ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. വി ഡി സതീശൻ വിമർശിച്ചാൽ മാത്രം പോരാ എന്ന ഡയലോഗ്. ഇന്ന് അത് മുഖ്യമന്ത്രി പൊളിച്ചടക്കുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ അതിനെ ശക്തമായി വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കൂടി. ഒരു തെറ്റില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം. ഏതായാലും പ്രതിപക്ഷത്തിന് ഒരു നിമിഷം വാ തുറക്കാൻ പറ്റില്ല. ആ സെക്കൻഡിൽ തന്നെ മുഖ്യമന്ത്രി അതിനെതിരെ പൂട്ടിട്ടാണ് മുന്നേറുന്നത്. ബാക്കി ആരുടെ അടുക്കലും പയറ്റാം, ഈ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പയറ്റാൻ പറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം മാറിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം. കാരണം കഴിഞ്ഞ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത മാതിരിയാണ് പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ഉടൻ തന്നെ മറുപടിയിലൂടെ അടിച്ചൊതുക്കുന്ന ഒരു ശൈലിയാണ് ഈ മുഖ്യമന്ത്രി തുടർന്നു വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.